വെൽക്കം ടു ഏസ് ട്യൂഷൻ സെന്റർ അഞ്ചൽ. +2 മാത്തമാറ്റിക്സിന്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചു നിർത്തിയത് ഒരു ഇക്വലൻസ് റിലേഷൻ അല്ലെങ്കിൽ റിഫ്ലെക്സീവ്, സിമ്മട്രിക്, ട്രാൻസിറ്റീവ് നമ്മൾ ചെക്ക് ചെയ്തിട്ട് അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത് നിർത്തിയത്. അതുമായി ബന്ധപ്പെട്ട ഒരു ഹോംവർക്ക് നിങ്ങൾക്ക് തരികയുമുണ്ടായി. പലരും ആ ഹോംവർക്ക് ചെയ്ത് തിരിച്ചയക്കുകയുണ്ടായി. കുറച്ചുപേരൊക്കെ അത് ചെയ്തിട്ടില്ല, കുറച്ചൊരു സംശയമുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ നമ്മൾ ആ ചെയ്തു നിർത്തിയ ഹോംവർക്ക്, ആ ക്വസ്റ്റ്യൻ മുതൽ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇന്നും നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മളെ പഠിച്ചു നിർത്തിയ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കുറച്ചധികം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നും ഇവിടെ വർക്ക്ഔട്ട് ചെയ്യുന്നത്. ആദ്യം നമുക്ക് നമ്മൾ അന്ന് നിർത്തിയ ഹോംവർക്കിൽ നിന്നും എന്ത് ചെയ്യാം? സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിലെ ഹോംവർക്ക് ഇതായിരുന്നു: ഷോ ദാറ്റ് the relation R in the set R of real numbers defined as R is equal to set ordered by AB such that A less than or equal to B cube is neither reflexive nor symmetric nor transitive. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം ചെയ്ത് നിർത്തിയ ക്വസ്റ്റ്യൻ ഇതേ മോഡൽ ക്വസ്റ്റ്യൻ ആയിരുന്നു. അവിടെ എന്തായിരുന്നു? A less than or equal to B square ആയിരുന്നു. നമുക്ക് ഇത് തന്നെയായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്. നമ്മളത് ചെയ്തു. അതേപോലെ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. വളരെ സിമ്പിൾ ആണ്. നമുക്ക് ആദ്യം ഇത് റിഫ്ലെക്സീവ് അല്ലെന്ന് പ്രൂവ് ചെയ്യണം. അപ്പം ഫസ്റ്റ് റിഫ്ലെക്സീവ്. ഓക്കെ, റിഫ്ലെക്സീവ് അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ എ ഉണ്ട് അല്ല എ ഇല്ല എന്ന് പ്രൂവ് ചെയ്യണം അല്ലേ? എ ഉണ്ടെങ്കിൽ അതാണ് റിഫ്ലെക്സീവ്. എ ബി ഉണ്ടെങ്കിൽ തിരിച്ച് ബി എ ഉണ്ടെങ്കിൽ അതാണ് സിമെട്രിക്. എ ബിയും ബി സിയും ഉണ്ടെങ്കിൽ എ സി ഉണ്ടാകണം, അതാണ് ട്രാൻസിറ്റീവ് ആണല്ലോ. അപ്പൊ ഇവിടെ എ ഒരു നമ്പറിന് അതേ നമ്പറുമായി ബന്ധം ഇല്ല എന്ന് നമുക്ക് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. അപ്പൊ കഴിഞ്ഞ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ എന്ന ക്വസ്റ്റ്യനിൽ നമ്മൾ അവിടെ സാധാരണ നമ്പർ ഏതെടുത്താലും നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അപ്പൊ നമ്മൾ എന്ത്, ഒന്നിൽ താഴെയുള്ളൊരു ഫ്രാക്ഷൻ എടുത്തു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? ലെസ് ദാൻ 1, ഒന്നിൽ താഴെയുള്ളൊരു ഫ്രാക്ഷൻ തന്നെ ഇവിടെ എടുക്കുക. സെയിം നമ്പർ 1/2 തന്നെ എടുത്താൽ മതി. നമുക്ക് നോക്കാം. 1/2 എടുത്താൽ എ 1/2 ആണെങ്കിൽ ബി എന്താവണം? 1/2 ആവണം. സെയിം നമ്പർ റിലേഷൻ വേണമല്ലോ. അപ്പൊ 1/2 എന്ന് പറയുന്നത് ഇവിടെ ബി ക്യൂബ് എന്ന് പറയുമ്പോൾ 1/2ന്റെ ക്യൂബിനേക്കാൾ ചെറുതാണോ? 1/2. ഓക്കെ, 1/2. എന്താ 1/2ന്റെ ക്യൂബ്? 1/2ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 1/8 ആണ്. 1/8 ആണോ വലുത്? 1/2 ആണോ വലുത്? 1/2 ആ വലുത്. അപ്പം 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 ഹോൾ ക്യൂബ്. തെറ്റല്ലേ ഇത്? ഒരിക്കലും അങ്ങനെ പറ്റത്തില്ല. അങ്ങനെ പറ്റാത്തത് കൊണ്ട് ഈ 1/2 എന്ന് പറയുന്ന ഈ പെയർ എവിടെ വരത്തില്ല? ആറിൽ ഉണ്ടാവത്തില്ല. ഒരെണ്ണം എങ്കിലും ഉണ്ടാകില്ല എങ്കിൽ അതെന്തല്ല? therefore R is not reflexive. അതുകൊണ്ട് R റിഫ്ലെക്സീവ് അല്ല. അപ്പം എ ലെസ് ദാൻ ഈക്വൽ ടു ബി സ്ക്വയർ വന്നാലും എ ലെസ് ദാൻ ഈക്വൽ ടു ബി ക്യൂബ് വന്നാലും നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തിലേക്ക് പോകാം. രണ്ടാമത്തത് സിമ്മട്രിക് അല്ലേ? സിമ്മട്രിക് എന്ന് പറഞ്ഞാൽ എ ബി ഉണ്ടെങ്കിൽ തിരിച്ച് ബി എ ഉണ്ടാവാൻ പാടില്ല. നമ്മൾ എ ലെസ് ദാൻ ഈക്വൽ ടു ബി സ്ക്വയർ ക്വസ്റ്റ്യൻ എടുത്ത് അതേ നമ്പർ എടുത്ത് നോക്കാം, 1 2 അല്ലേ? അപ്പൊ എക്ക് 1ഉം ബിക്ക് 2ഉം കൊടുത്താൽ 1 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ക്യൂബ്. കറക്റ്റ് അല്ലേ? 1 എന്ന് പറഞ്ഞാൽ 2 ക്യൂബിനേക്കാൾ ചെറുതാണ്. അങ്ങനെയാണെങ്കിൽ 1 2 എവിടെ ഉണ്ട്? 1 2 ആറിലുണ്ട് ഉണ്ടോ? ഇനി തിരിച്ച് 1 2 ഉണ്ടെങ്കിൽ തിരിച്ച് ആര് വരണം? 2 1 വരണം. 2 1 വരുമെന്ന് നോക്കാം. 2 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ക്യൂബ്. 2 എന്ന് പറയുന്നത് 1 ക്യൂബിനേക്കാൾ ചെറുതാണ്. അല്ല, തെറ്റ. അങ്ങനെ തെറ്റായതുകൊണ്ട് 2 1 എവിടെ വരത്തില്ല? 2 1 ആറിൽ വരത്തില്ല. 2 1 ആറിൽ വരാത്തത് കൊണ്ട് ഈ സംഭവം എന്തല്ല? ആർ ഈസ് നോട്ട് സിമ്മട്രിക്. ആർ എന്തല്ല? സിമ്മട്രിക് അല്ല. അപ്പൊ നമുക്ക് എ ബി ഉണ്ടെങ്കിൽ തിരിച്ച് ആര് വരണം? ബി എ വരണം. അപ്പൊ നമുക്ക് തിരിച്ച് ബി എ വരാതെ എക്സാമ്പിൾ എടുക്കുക, ചെയ്ത് കാണിക്കുക, നമുക്ക് പ്രൂവ് ചെയ്യാം. ഇതാണ് നമ്മൾ ചെയ്ത രീതി. മനസ്സിലായോ? അതുകൊണ്ട് ഇവിടെ 1/2 എടുത്തു. ഇവിടെ 1 2 എടുത്തു. 1 2 എടുത്ത് 1 2 ഉണ്ട്. തിരിച്ച് 2 1 എടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. 2 1 ഇല്ല. 1 2 ഉള്ളപ്പോൾ 2 1 ഇല്ല എങ്കിൽ അത് എന്തല്ല? സിമ്മട്രിക് അല്ല. നമുക്ക് അവസാനത്തെ ആളായ ട്രാൻസിറ്റീവിലേക്ക് പോകാം. ഓക്കെ, ട്രാൻസിറ്റീവിലേക്ക് ചെന്നാൽ എങ്ങനെയാണ്? എ ബിയും ബി സിയും ഉണ്ടെങ്കിൽ ആരുണ്ടാകാൻ പാടില്ല? എ സി ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടാകത്തില്ലെങ്കിൽ എന്തല്ല? ട്രാൻസിറ്റീവ് അല്ല. അപ്പൊ എ ബിയും ബി സിയും ഉണ്ടെങ്കിൽ എ സി ഉള്ളവനാണ് ആര്? ട്രാൻസിറ്റീവ്. അങ്ങനെ എ സി എടുക്കാൻ പറ്റത്തില്ലെങ്കിൽ അതെന്തല്ല? ട്രാൻസിറ്റീവ് അല്ല. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള രണ്ട് നമ്പർ നിങ്ങൾ തന്നെ ആലോചിച്ച് ഒരുപാട് നമ്പർ കിട്ടും. നമ്മൾ രണ്ട് നമ്പർ എടുക്കുന്നു, നിങ്ങൾ തന്നെ ചിന്തിച്ച് നമ്മുടെ കോമൺ സെൻസ് നമ്മൾ ചിന്തിക്കുന്ന നമ്പേഴ്സ്. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഈ നമ്പേഴ്സ് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. അപ്പൊ ഞാൻ ആദ്യം 9 3 എടുക്കുന്നു. നോക്കൂ, 9 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ക്യൂബ്. 9 എന്ന് പറഞ്ഞാൽ 3 ക്യൂബിനേക്കാൾ ചെറുതാണ്. ആണോ? നോക്കൂ, 3 ക്യൂബ് 27 ആണ്. 27 എന്ന് പറയുന്നത് 9നേക്കാൾ വലുതല്ലേ? അപ്പൊ ഇത് ശരിയാണ്. ഇത് ശരിയായത് കൊണ്ട് ആരുണ്ട്? 9
3 എന്ന് പറയുന്ന ആള് ആറിലുണ്ട്. ഇനി എന്ത് ചെയ്യണം? 3യിൽ തുടങ്ങുന്ന ആൾ എടുക്കാം. 3യിൽ തുടങ്ങുന്ന ആളുടെ ഇപ്പം 3 2 എടുത്തു. അപ്പൊ 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ക്യൂബ്. കറക്റ്റ് ആവാൻ നോക്കൂ. 3 എന്ന് പറയുന്നത് 2 ക്യൂബിനേക്കാൾ ചെറുതാണ്. കറക്റ്റ് അല്ലേ? 3 എന്ന് പറയുന്നത് 2 ക്യൂബിനേക്കാൾ ചെറുതാണ്. അങ്ങനെ ആയതുകൊണ്ട് ആരും ഉണ്ട്? 3 2ഉം എവിടെ ഉണ്ട്? ആറിലുണ്ട്. ഉണ്ടോ? നോക്കട്ടെ മക്കളെ, 9 3 ആറിലുണ്ട്. ആ 3യിൽ തുടങ്ങുന്ന 3 2ഉം ആറിലുണ്ട്. അപ്പൊ എ ബിയും ഉണ്ട്, ബി സിയും ഉണ്ടെങ്കിൽ ആര് വേണം? എ സി വേണം. അപ്പൊ എ സി ഉണ്ടോ നോക്കാം. എ സി എന്ന് പറഞ്ഞാൽ എ 9 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിക്ക് 2 ക്യൂബ് ആണോ? അപ്പോ 9 എന്ന് പറഞ്ഞാൽ 2 ക്യൂബിനേക്കാൾ ചെറുതാണോ? 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 ആണ്. 8 അല്ലേ ചെറുത്? അപ്പൊ 9 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 എഴുതാൻ പറ്റുമോ? പറ്റത്തില്ല. തെറ്റാ. ഇത് തെറ്റായത് കൊണ്ട് ആരില്ല? 9 2 എന്ന് പറയുന്ന ആള് ആറിലില്ല. 9 2 ആറിലില്ല. അപ്പൊ എങ്ങനെ? 9 3 ഉണ്ട്, 3 2 ഉണ്ട്. എങ്കിൽ ആര് വരണം? 9 2 വരണമായിരുന്നു. പക്ഷെ 9 2 ഇവിടെ ഇല്ല, ആറിലില്ല. അപ്പൊ എ ബിയും ബി സിയും ഉണ്ട്, പക്ഷെ എ സി ഇല്ല. Therefore R is not transitive. അതുകൊണ്ട് R എന്തല്ല? ട്രാൻസിറ്റീവ് അല്ല. ഓക്കെ. അപ്പൊ നമ്മൾ റിഫ്ലെക്സീവ് അല്ലെന്നും സിമ്മട്രിക് അല്ലെന്നും ട്രാൻസിറ്റീവ് അല്ലെന്നും കുറച്ച് നമ്പേഴ്സ് വെച്ച് നമ്മൾ എന്ത് ചെയ്തു? പ്രൂവ് ചെയ്തു. നമ്മൾ ഇതുപോലെ തന്നെ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ എന്ന റിലേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിരുന്നു. ഈ രണ്ട് റിലേഷൻ ഇതുപോലെ തന്നെ എന്ത് ചെയ്യുക? എഴുതി നിങ്ങൾ അങ്ങ് പഠിക്കുക. നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ടെക്സ്റ്റ് ബുക്കിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. എല്ലാവരും ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുക. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഷോ ദാറ്റ് ദ റിലേഷൻ ആർ ഇൻ ദ സെറ്റ് എ ഓഫ് ഓൾ ദ ബുക്സ് ഇൻ എ ലൈബ്രറി ഓഫ് എ കോളേജ് given by R is equal to set ordered by x y such that x and y have same number of pages is an equivalence relation. മക്കളെ ഒത്രേ ഉള്ളൂ. ഒരു സെറ്റ് എ എന്ന് പറയുന്ന സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോളേജ് നമ്മുടെ ഈസ് എന്ന് പറയുന്ന കോളേജാണ്. ഈ കോളേജിൽ നമുക്കൊരു ലൈബ്രറി ഉണ്ട്. ഈ ലൈബ്രറിയിലുള്ള എല്ലാ ബുക്സും ആ ബുക്സിനെ എല്ലാം കൂടെ ചേർത്ത് നമ്മൾ എഴുതി വെച്ച് സെറ്റ് ആക്കി എടുത്തേക്കാണ്. ഒരുപാട് ബുക്സ് നമ്മുടെ ലൈബ്രറിയിലുണ്ട്. ആ ബുക്സ് എല്ലാം കൂടെ ചേർത്ത് അതിന്റെ പേരെല്ലാം കൂടെ നമ്മൾ എഴുതി വെച്ച് സെറ്റ് ആക്കി. ആ സെറ്റാണ് സെറ്റ് എ. നമ്മുടെ റിലേഷൻ എന്താ? റിലേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ബുക്ക് നമ്മൾ എടുക്കുന്നു. ഓക്കെ, നമ്മുടെ ലൈബ്രറി, നമ്മളൊരു സെറ്റ് നമ്മുടെ ലൈബ്രറിയിലെ ബുക്ക് എല്ലാം കൂടെ എടുത്തു. അതേ സെറ്റിലേക്ക് നമുക്ക് റിലേഷൻ കൊടുത്തു. അപ്പൊ ഇവിടെ എല്ലാം നമ്മുടെ ലൈബ്രറിയിലെ ബുക്ക് ഉണ്ട്, ഇവിടെ നമ്മുടെ ലൈബ്രറിയിലെ ബുക്ക് ഉണ്ട്. ഇപ്പൊ ഇവിടെ നമ്മുടെ റിലേഷനാണ് പറയുന്നത്. റിലേഷൻ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമേ ഉള്ളൂ, എക്സ് ആൻഡ് വൈ ഹാവ് ദ സെയിം നമ്പർ. അപ്പോ രണ്ട് ബുക്ക് നമ്മൾ എടുത്താൽ ആ രണ്ട് ബുക്ക് ഇവിടുന്ന് ഒരു റിലേഷൻ പറയുമ്പോൾ ആ ബുക്കിന്റെ രണ്ടിന്റെയും നമ്പർ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം, ഒരുപോലെ ആയിരിക്കണം. മനസ്സിലാവുണ്ടോ? അപ്പൊ ഇവിടെ നമുക്ക് എക്സ് വൈ ഇസഡ് അല്ലെ എ ബി സി ഡി എക്സ് വൈ ഇസഡ് വരെ നമുക്ക് ഇഷ്ടംപോലെ ബുക്സ് ഉണ്ട്. അതേ ബുക്സ് നമുക്ക് എ ബി സി ഡി ഇഷ്ടംപോലെ ഉണ്ട്. ഇപ്പൊ എ എന്ന് പറയുന്ന ബുക്കിന് എത്ര നമ്പർ ഓഫ് പേജസ് ഉണ്ടോ അതേ നമ്പർ ഓഫ് പേജസ് ഉള്ള ഇവിടെ ആരൊക്കെ ഉണ്ടോ അവരുമായിട്ടാണ് എന്ത് എക്ക് റിലേഷൻ ഉള്ളത്. എങ്കിൽ ഈ റിലേഷൻ എന്താണെന്ന് പ്രൂവ് ചെയ്യണം? ഇക്വലൻസ് റിലേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഒരു റിലേഷൻ ഇക്വലൻസ് റിലേഷൻ ആകണമെങ്കിൽ അത് റിഫ്ലെക്സീവ് ആകണം, സിമ്മട്രിക് ആവണം, ട്രാൻസിറ്റീവ് ആകണം. അപ്പൊ നമ്മൾ ഈ തന്നേക്കുന്ന റിലേഷൻ ഇത് മൂന്നുമാണെന്ന് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. അപ്പൊ നമുക്ക് ആദ്യം റിഫ്ലെക്സീവ് എടുക്കാം. എന്തെടുക്കാം? അപ്പൊ നമുക്ക് ആദ്യം റിഫ്ലെക്സീവ് ആണോ അല്ല റിഫ്ലെക്സീവ് ആണോ എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. ആണല്ലോ. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു ആരുടെ വെറുതെ വരച്ചു നോക്കണം. ആവശ്യമൊന്നുമില്ല, എന്നാലും വരച്ചു നോക്കാം. ഇവിടെ നോക്കൂ, എ ബി സി ഡി ഒരു ഇസഡ് വരെയുള്ള ബുക്സ് ഉണ്ട്. അതേ ലൈബ്രറിയിലെ ബുക്സ് അവിടെ തന്നെ നമുക്ക് റിലേഷൻ പറയുന്ന എ ബി സി ഡി ഇസഡ് വരെ ഉണ്ടെന്നായിരിക്കാം. നമ്മൾ ഇവിടുന്ന് ഇവിടേക്ക് നമുക്ക് റിലേഷൻ കൊടുക്കുന്നല്ലോ. റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്ക് എയോട് വേണം, ബിക്ക് ബിയോട് വേണം, സിക്ക് സിയോട് വേണം, ഡിക്ക് ഡിയോട് വേണം, അങ്ങനെ ഇസഡിന് ഇസഡിനോട് എല്ലാവർക്കും അവരോട് തന്നെ ബന്ധമുണ്ടെങ്കിൽ അതാണ് റിലേഷൻ ഉണ്ടെങ്കിൽ അതാണ് നമുക്ക് റിഫ്ലെക്സീവ് റിലേഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ. ആണല്ലോ? ആണ്. നമ്മുടെ റിലേഷൻ എക്സ് ആൻഡ് വൈ ഹാവ് സെയിം നമ്പർ ഓഫ് പേജസ് എന്നല്ലേ? നോക്കൂ, ഇവിടുത്തെ എ എന്ന് പറയുന്ന ബുക്ക് തന്നെയല്ലേ ഇവിടെ ഉള്ളത്. എങ്കിൽ എയുടെയും നമ്പർ ഓഫ് പേജസ് ഈക്വൽ ആയിരിക്കത്തില്ലേ? ബിയുടെയും നമ്പർ ഓഫ് പേജസ് ഈക്വൽ ആയിരിക്കത്തില്ലേ? സിയുടെയും നമ്പർ ഓഫ് പേജസ് ഈക്വൽ ആയിരിക്കത്തില്ലേ? ഓക്കെയോ? അപ്പൊ അവർക്ക് പരസ്പരം ഒരു ബന്ധം ഉണ്ടാവുമല്ലോ, ഉണ്ടാക്കാൻ പറ്റും. അതായത് സിൻസ് എ ആൻഡ് എ ഹാവ് സെയിം നമ്പർ ഓഫ് പേജസ്. അപ്പൊ എക്കും ഒരേ നമ്പർ ഓഫ് പേജസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? എ എന്ന് പറയുന്നവൻ എവിടെയുണ്ട്? ആറിലുണ്ട്. എ ആറിലുള്ളത് കൊണ്ട് therefore R is റിഫ്ലെക്സീവ്. അതുകൊണ്ട് ആർ എന്താണ്? റിഫ്ലെക്സീവ് ആണ്. പറയാൻ മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് റിഫ്ലെക്സീവ് എന്ന് പ്രൂവ് ചെയ്താൽ ഒരാൾക്ക് ഒരു ബുക്കിന് അതേ ബുക്കുമായി തന്നെ ബന്ധം വേണം. അപ്പൊ നമുക്ക് എടുക്കേണ്ടത് രണ്ട് ബുക്കാണ്. രണ്ട് ബുക്കിനും സെയിം നമ്പർ ഓഫ് പേജസ് ആയിരിക്കണം. അപ്പൊ നമുക്ക് ഒരു ബുക്ക് എടുത്താൽ ആ ബുക്ക്
ആ ബുക്കിനോട് തന്നെ നമുക്ക് റിലേഷൻ പറയാൻ പറ്റും. കാര്യം എന്താ, അതിന് നമ്പർ ഓഫ് പേജ് 2 തവണ എടുത്താലും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. നമ്മൾ രണ്ടാമത് പോകുന്നു സിമ്മട്രിക്കിലേക്ക്. സിമ്മട്രിക് ആവണമെങ്കിൽ എ ബി ഉണ്ടെങ്കിൽ തിരിച്ചാര് വേണം, ബി എ വേണം. അപ്പൊ നമുക്ക് എ ബി ഉണ്ടെന്ന് അങ്ങ് എടുക്കാം. അപ്പം എ ബി എന്ന് പറയുന്നവൻ എവിടെയുണ്ട്, ആറിലുണ്ട്. എ ബി ആറിൽ ഉണ്ടെങ്കിൽ ദാറ്റ് മീൻസ് എ ആൻഡ് ബി ഹാവ് സെയിം നമ്പർ ഓഫ് പേജസ്. അപ്പൊ ആണല്ലോ എ ബി എന്ന് പറയുന്നവൻ റിലേഷനിൽ ഉണ്ടെങ്കിൽ കാരണം എന്തായിരിക്കണം, എക്കും ബിക്കും ഒരേ നമ്പർ ഓഫ് പേജസ് ആയിരിക്കണം. ഇവിടെ എക്കും ബിക്കും ഒരേ നമ്പർ ഓഫ് പേജസ് ആണെങ്കിൽ തിരിച്ച് ബിക്കും എക്കും എന്തായിരിക്കും, ഓരോ നമ്പർ ഓഫ് പേജസ് ആയിരിക്കും. ഫിസിക്സ് ടെക്സ്റ്റ് ബുക്കിനും മാത്തമാറ്റിക്സ് ബുക്കിനും ഒരേ നമ്പർ ഓഫ് പേജസ് ആണ്. ഇത് തിരിച്ച് നമുക്ക് മാത്തമാറ്റിക്സിനും ഫിസിക്സിനും സെയിം നമ്പർ ഓഫ് പേജസ് നമുക്ക് തിരിച്ചും പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ therefore ബി ആൻഡ് എ ഹാവ് സെയിം നമ്പർ ഓഫ് പേജസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം എ ബി ഉള്ളത് കൊണ്ട് എക്കും ബിക്കും ഒരേ നമ്പർ ഓഫ് പേജസ്, എക്കും ബിക്കും ഒരേ നമ്പർ ഓഫ് പേജസ് ആയതുകൊണ്ട് തിരിച്ച് ബിക്കും എക്കും ഒരേ നമ്പർ ഓഫ് പേജസ്. അപ്പൊ ബിക്കും എക്കും ഒരേ നമ്പർ ഓഫ് പേജസ് ആയത് കൊണ്ട് ഈ ബി എ എവിടെയുണ്ട്, വേണം നമുക്കത് അപ്പുറത്തോട്ട് മാറ്റി എഴുതാം. നോക്കിയോ, ഇവിടെ ബാക്കി എഴുതാം. ബി എ എവിടെയുണ്ട്, ബി എ എന്ന് പറയുന്നത് ആറിലുണ്ട്. ബി എ ആറിൽ ഉള്ളത് കൊണ്ട് ആർ ഈസ് സിമ്മട്രിക്. അപ്പൊ ആർ എന്തായി, സിമ്മട്രിക് ആയി. പറയാൻ മനസ്സിലായോ? അപ്പം എ ബി ഉണ്ടെന്ന് എടുത്തു. എ ബി ഉള്ളത് കൊണ്ട് എക്കും ബിക്കും ഒരേ നമ്പർ ഓഫ് പേജസ് ആയിരിക്കും. എക്കും ബിക്കും ഒരേ നമ്പർ ഓഫ് പേജസ് ആണ്, തിരിച്ച് ബിക്കും എക്കും എന്തായിരിക്കും, ഒരേ നമ്പർ ഓഫ് പേജസ് ആയിരിക്കും. അതുകൊണ്ട് ബി എ എവിടെ ഉണ്ട്, ആറിലുണ്ട്. അപ്പം എ ബി ആറിലൂടെ എടുത്തപ്പോൾ നമുക്ക് ആരായി, ബി എയും ആറിലുണ്ടെന്ന് കിട്ടി. അപ്പോൾ ആർ എന്താണ്, അത് സിമ്മട്രിക് ആണ്. ലാസ്റ്റ് ട്രാൻസിറ്റീവ് ആണോ നോക്കാം. ട്രാൻസിറ്റീവ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ എ ബിയും ബി സിയും ഉണ്ടെങ്കിൽ ആരുണ്ടാകണം, എ സി ഉണ്ടാകണം. അപ്പൊ നമുക്ക് എ ബിയും ബി സിയും ഉണ്ടെന്ന് എടുക്കാം. അതായത് എ ബിയും ബി സിയും എവിടെയുണ്ട്, ആറിലുണ്ട്. എ ബി ഉണ്ടെന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് എ ആൻഡ് ബി ഹാവ് സെയിം നമ്പർ ഓഫ് പേജസ് ആണല്ലോ. എ ബി ഉണ്ടെന്ന് മീൻ ചെയ്യുന്നത് എക്കും ബിക്കും ഒരേ നമ്പർ ഓഫ് പേജസ് ആയിരിക്കും. അതുപോലെ ബി സി ആറിലുണ്ടെങ്കിൽ ബി ആൻഡ് സി ഹാവ് സെയിം നമ്പർ ഓഫ് പേജസ് ആണോ. അപ്പൊ എക്കും ബിക്കും ഒരേ നമ്പർ ഓഫ് പേജസ് ആണ്, ബിക്കും സിക്കും ഒരേ നമ്പർ ഓഫ് പേജസ് ആണ് എങ്കിൽ എക്കും സിക്കും ഒരേ നമ്പർ ഓഫ് പേജസ് ആയിരിക്കത്തില്ലേ. മാത്സിനും ഫിസിക്സിനും ഒരേ നമ്പർ ഓഫ് പേജസ് ആണ്. ആ ഫിസിക്സിനും കെമിസ്ട്രിക്കും ഒരേ നമ്പർ ഓഫ് പേജസ് ആണ് എങ്കിൽ ആദ്യത്തെ മാത്സിനും അവസാനത്തെ കെമിസ്ട്രിക്കും ഒരേ നമ്പർ ഓഫ് പേജസ് ആയിരിക്കത്തില്ലേ, ആയിരിക്കും. അപ്പൊ എക്കും ബിക്കും സെയിം നമ്പർ ഓഫ് പേജസ് ആണ്, ബിക്കും സിക്കും ഒരേ നമ്പർ ഓഫ് പേജസ് ആണെങ്കിൽ therefore A and C have same number of pages. അപ്പം എക്കും സിക്കും ഒരേ നമ്പർ ഓഫ് പേജസ് ആയതുകൊണ്ട് ആരുണ്ട്, എ സി എന്ന് പറയുന്നവൻ ആറിലുണ്ട്. അപ്പം എ ബിയും ബി സിയും ആറിലുണ്ടെന്ന് എടുത്തപ്പോൾ ആരും ആറിലായി, എ സിയും ആറിലുണ്ട്. therefore R is ട്രാൻസിറ്റീവ്. അതുകൊണ്ട് ആർ എന്താണ്, ട്രാൻസിറ്റീവ് ആയി. അപ്പം റിലേഷൻ എന്തായി, അത് റിഫ്ലെക്സീവ് ആയി, അത് സിമ്മട്രിക് ആയി, അത് ട്രാൻസിറ്റീവ് ആയി. ഇത് മൂന്നും ആയതുകൊണ്ട് ആർ ഈസ് ഇക്വലൻസ് റിലേഷൻ. ആർ ഈസ് ആൻ ഇക്വലൻസ് റിലേഷൻ. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻ ചെയ്ത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വൃത്തിയായിട്ട് വ്യക്തമായിട്ടൊന്ന് കണ്ടു നോക്കുക. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതും ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഷോ ദാറ്റ് ദ റിലേഷൻ ആർ ഇൻ ദ സെറ്റ് എ ഈസ് ഈക്വൽ ടു 1 2 3 4 5 given by R is equal to set ordered by AB such that modulus of A minus B is even is an equivalence relation. ഈ സെറ്റിന് അകത്തുള്ള ഒരു റിലേഷൻ, ആ റിലേഷൻ പറഞ്ഞിരിക്കുന്നത് മോഡുലസ് ഓഫ് എ മൈനസ് ബി എന്തായിരിക്കണം, ഈവൻ ആയിരിക്കും. ഈ റിലേഷൻ ഇക്വലൻസ് റിലേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതായത് ഇത് റിഫ്ലെക്സീവ്, സിമ്മട്രിക്, ട്രാൻസിറ്റീവ് ആണെന്ന് നമുക്ക് എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യണം. സിമ്പിൾ ആണ്, വളരെ വ്യക്തമായി നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ഞാൻ ജസ്റ്റ് ആ സെറ്റ് നമുക്ക് എഴുതി നോക്കാം. ഇത് നിങ്ങൾ എഴുതേണ്ട ആവശ്യമൊന്നും ഇല്ലാത്ത പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. 1 2 3 4 5. അപ്പൊ എയിൽ നിന്ന് എയിലേക്കാണ് റിലേഷൻ. 1 2 3 4 5. എയിൽ നിന്ന് എയിലേക്കൊരു റിലേഷൻ ആണല്ലോ. പിന്നെ മക്കൾ നോക്കൂ, ഇവിടെ എടുക്കുന്ന എലമെന്റ് ആണ് എ, ഇവിടെ എടുക്കുന്ന എലമെന്റ് ആണ് ബി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത്. ഓക്കെ, നമുക്ക് ആദ്യം ഒരു റിഫ്ലെക്സീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് റിഫ്ലെക്സീവിന് മുമ്പ് എന്ത് അറിയാമോ, നമുക്ക് ആ റിലേഷൻ എഴുതി നോക്കാം. റിലേഷൻ എഴുതാൻ പറഞ്ഞിട്ടില്ല, എന്നാൽ നമുക്ക് റിലേഷൻ ഒന്ന് എഴുതാം. നോക്കൂ, റിലേഷൻ ആൻസർ അല്ലേ.
മനസ്സിലാക്കുക. റിലേഷൻ ആർ ഈസ് ഈക്വൽ ടു, നോക്കൂ, ഇവിടുന്ന് എ എടുക്കുന്നു, ഇവിടുന്ന് ബി എടുക്കുന്നു. അങ്ങനെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എ മൈനസ് ബി എടുത്ത് മോഡുലസ് എടുത്താൽ അതെന്തായിരിക്കണം? ഈവൻ നമ്പർ ആയിരിക്കണം. ആദ്യം വണ്ണും എടുക്കുക. അപ്പം എ മൈനസ് ബി, 1 - 1 എന്താ? 0. 0 എന്ന് പറയുന്നത് ഈവൻ നമ്പർ ആണോ ഓഡ് നമ്പർ ആണോ? നമ്മൾ 0 എന്ന നമ്പറിനെ ഒരു ഈവൻ നമ്പർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. മനസ്സിലായോ? 0 എന്ന നമ്പർ നമ്മൾ എന്താ? ഈവൻ നമ്പർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് 1 - 1 0 അല്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ 1 1 എന്ന് പറയുന്നത് നമ്മുടെ റിലേഷനിലുണ്ട്. ഓക്കെ, അടുത്തേക്ക് 1 വെച്ച് 1 2 നോക്കിയാലോ? 1 - 2, അതായത് 2 എന്ന് 1 വെച്ചാൽ -1 ആ വരുന്നത്. -1ന്റെ മോഡൽസ് എടുത്താൽ 1 തന്നെ. അതായത് ഡിഫറൻസ് ഈവൻ നമ്പർ ആണോ നോക്കിയാൽ മതി. മോഡൽസ് എടുക്കുമ്പോൾ 1ന്റെയും 2ന്റെ ഡിഫറൻസ് ഈവൻ ആണോ? അല്ല. എന്നാൽ 1ന്റെയും 3യുടെ ഡിഫറൻസ് ഈവൻ ആണ്, 2 അല്ലേ? അപ്പൊ നമുക്ക് എന്തെടുക്കാം? 1 3 എടുക്കാം. 1 4 പറ്റത്തില്ല, 1 5 പറ്റും, ഡിഫറൻസ് 4 ആണ്. ഇനി 2 വെച്ച് നോക്കിയാലോ? 2 വെച്ച് 2 1 പറ്റത്തില്ല, 2 1ന്റെ ഡിഫറൻസ് 1 ആണ്, അത് ഓഡ് നമ്പറാണ്. 2 - 1 എടുത്താൽ എന്തായി പോയി? ഓടായിപ്പോയി. നമുക്ക് ഈവൻ അല്ലേ വേണ്ടത്. പക്ഷെ 2 2 പറ്റും, 2 - 2 0 ആണ്. 0 നമ്മൾ എന്താണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്? ഈവൻ നമ്പർ ആയിട്ട്. 2 3 പറ്റില്ല, പക്ഷെ എന്ത് പറ്റും? 2 4 പറ്റും, ആണോ? പറ്റും. ഇനി 2 വെച്ച് 2 5 പറ്റത്തില്ല. 3ലേക്ക് വന്നാൽ 3 1 പറ്റും, 3 1ന്റെ ഡിഫറൻസ് 2 ആണ്. 3 2 പറ്റില്ല, 3 3 പറ്റും. 3 4 പറ്റില്ല, പക്ഷേ 3 5 പറ്റും, ആണല്ലോ. ഇനി 4ലേക്ക് വന്നാലോ? 4 1 പറ്റില്ല, പക്ഷേ 4 2 പറ്റും. 4 3 പറ്റില്ല, പക്ഷേ 4 4 പറ്റും. 4 5 പറ്റില്ല. 5ലേക്ക് വന്നാൽ 5 1 പറ്റും, ഡിഫറൻസ് 4 ആണ്. 5 2 പറ്റില്ല, 5 3 നമുക്ക് പറ്റും. 5 4 പറ്റില്ല, പക്ഷേ 5 5 പറ്റും. ഇത്രയുമാണ് നമ്മുടെ റിലേഷനകത്ത് വരുന്ന എലമെന്റ്. ഈ റിലേഷൻ അത് റിഫ്ലക്സീവ് ആണെന്നും സിമ്മട്രിക് ആണെന്നും ട്രാൻസിറ്റീവ് ആണെന്നും നമുക്ക് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. ഓക്കെ, നമുക്ക് ആദ്യം ഇത് റിഫ്ലക്സീവ് ആണെന്ന് നോക്കാം. റിഫ്ലക്സീവ് ആകണമെങ്കിൽ 1 1 വേണം, 2 2 വേണം, 3 3 വേണം, 4 4 വേണം, 5 5 വേണം. നോക്കൂ, 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്, 4 4 ഉണ്ട്, 5 5 ഉണ്ട്. അതുകൊണ്ട് ഇതെന്താണ്? റിഫ്ലക്സീവ് ആണ്. നമുക്ക് ജനറൽ ആയിട്ട് പറയാം, റിഫ്ലക്സീവ് എന്ന് പറഞ്ഞാൽ എ വേണം എന്നല്ലേ പ്രൂവ് ചെയ്യേണ്ടത്. നോക്കൂ, മോഡുലസ് ഓഫ് എ മൈനസ് എ എന്ന് പറഞ്ഞാൽ 0 അല്ലേ? എ മൈനസ് എ എന്ന് പറഞ്ഞാൽ 0 ആണ്. 0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈവൻ ആണ്. വിച്ച് ഈസ് ഈവൻ. 0 എന്ന് പറഞ്ഞാൽ ഈവൻ ആണ്. അപ്പൊ മോഡുലസ് ഓഫ് എ മൈനസ് എ 0 ആണെങ്കിൽ എ എന്ന് പറയുന്നവൻ എവിടെ കാണും? ആറിൽ കാണും. എ എന്ന് പറഞ്ഞാൽ ആറിൽ കാണും. അപ്പൊ മനസ്സിലായോ? മൊത്തത്തിൽ എല്ലാവരും റെപ്രസെന്റ് ചെയ്ത് എ എന്ന് എടുത്തതാണ്. അല്ലെങ്കിൽ ഇതെങ്ങനെ എഴുതാം? 1 1, 2 2, 3 3, 4 4, 5 5 എല്ലാം ബിലോങ്സ് ടു എന്താണ്? ആറാണ്. അതുകൊണ്ട് വിച്ച് ഈസ് റിഫ്ലക്സീവ്. നമുക്ക് അങ്ങനെ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. ഓക്കെ, therefore R is റിഫ്ലക്സീവ്. അപ്പൊ ആർ എന്തായി? റിഫ്ലക്സീവ് ആയി. നമുക്ക് ഇനി എന്താണ് പ്രൂവ് ചെയ്യണം? അടുത്തത് സിമ്മട്രിക് ആണ് പ്രൂവ് ചെയ്യണം. സിമ്മട്രിക് എന്ന് പറഞ്ഞാൽ എ ബി ഉണ്ടെങ്കിൽ തിരിച്ചാരുണ്ടാവണം? ബി എ ഉണ്ടാവണം. അപ്പൊ നമുക്ക് ഈ കേസിനകത്ത് ഓരോന്നിന്റെ എ ബി നോക്കി നമ്മൾ വരുമ്പോഴത്തേക്ക് എക്സാമിന്റെ പകുതി സമയം പോകും അല്ലേ? നമ്മൾ 1 3 നോക്കി തിരിച്ച് 3 1 ഉണ്ടോ നോക്കണം, 1 2 2 നോക്കി, അങ്ങനെ നോക്കുമ്പോൾ കുറച്ചധികം സമയം, പകുതി സമയം ഒന്നും ഒരു അതിശയോക്തി പറഞ്ഞാണെങ്കിൽ കുറച്ചധികം സമയം നമുക്ക് എന്ത് ചെയ്യും? നഷ്ടമാകും. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് എ ബി ഉണ്ടെങ്കിൽ തിരിച്ച് ബി എ ഉണ്ടായാൽ പോരെ? നമുക്ക് ആദ്യം എ ബി ഉണ്ടെന്ന് എടുക്കാം. എ ബി എവിടെയുണ്ട്? ആറിലുണ്ട്. പിന്നെ മക്കളെ, എ ബി ആറിൽ ഉണ്ടെങ്കിൽ പ്രത്യേകത എന്താ? മോഡുലസ് ഓഫ് എ മൈനസ് ബി ഈവൻ ആയിരിക്കും. അപ്പോ മോഡുലസ് ഓഫ് എ മൈനസ് ബി എന്തായിരിക്കും? ഈസ് ഈവൻ. ഓക്കെ, അപ്പം ഇതിനകത്ത് മോഡുലസ് ഓഫ് എ മൈനസ് ബി ഈവൻ ആണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എക്ക് 5ഉം ബിക്ക് 2 കൊടുത്താൽ 5 - 2 3. അത് ഈവൻ ആണോ? അല്ല. അപ്പൊ അത് പറ്റത്തില്ല. അപ്പൊ നമ്മൾ 5ഉം ഒരു 1ഉം കൊടുത്തു നോക്കുക. 5 - 1 4 ഈവൻ ആണ്. തിരിച്ചെടുത്ത് നോക്ക്. തിരിച്ച് ബി മൈനസ് എ 1 - 5. 1 - 5 എന്താ? -4. അതിന്റെ മോഡുലസ് എടുത്താൽ എന്തായിരിക്കും? ഈവൻ ആയിരിക്കും. മനസ്സിലാവുണ്ടോ? അപ്പൊ എ മൈനസ് ബി ഈവൻ ആണെങ്കിൽ തിരിച്ച് മോഡുലസ് ഓഫ് ബി മൈനസ് എയും എന്തായിരിക്കും? ഈവൻ ആയിരിക്കും. എ മൈനസ് ബി ഈവൻ ആണെങ്കിൽ തിരിച്ച് മോഡുലസ് ഓഫ് ബി മൈനസ് എയും ഈവൻ ആയിരിക്കും. എ മൈനസ് ബിയുടെ മോഡുലസ് ഈവൻ ആണെങ്കിൽ എ ബി ഉണ്ട്. തിരിച്ച് ബി മൈനസ് എ ആണ് ഇവൻ എങ്കിൽ ആരുണ്ടാവും? ബി എ എന്ന് പറയുന്ന എലമെന്റ് എവിടെ ഉണ്ടാവും? ആറിലുണ്ടാവും. അപ്പം എ ബി ആറിലുള്ളത് കൊണ്ട് ആരും ഉണ്ടായിപ്പോ? ബി എയും ആറിലുണ്ട്. therefore ആർ ഈസ് സിമ്മട്രിക്. ആർ എന്താണ്? സിമ്മട്രിക് ആണ്. പറയാൻ മനസ്സിലാവുണ്ടോ? എ ബി ആറിലുണ്ട്. ദാറ്റ് മീൻസ് മോഡുലസ് ഓഫ് എ മൈനസ് ബി എന്ന് പറയുന്നത് ഇവനാണ്. മോഡുലസ് ഓഫ് എ മൈനസ് ബി ഇവൻ ആണെങ്കിൽ തിരിച്ച് മോഡുലസ് ഓഫ് ബി മൈനസ് എ എന്തായിരിക്കും? ഇവൻ ആയിരിക്കും. ബി മൈനസ് എ ഇവൻ ആയതുകൊണ്ട് ബി എ എവിടെ ഉണ്ടാകും? ആറിലുണ്ടാകും. therefore ആർ ഈസ് സിമ്മട്രിക്. അടുത്തതായി നമ്മൾ പോകുന്നു ട്രാൻസിറ്റീവ്.
എടാ മക്കളെ, ട്രാൻസിറ്റീവ് എന്ന് പ്രൂവ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എ ബിയും ബി സിയും ഉണ്ടെങ്കിൽ എ സി ഉണ്ടാകണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എ ബിയും ബി സിയും ഉണ്ടെന്ന് എടുക്കാം, എന്നിട്ട് എ സി ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് എ ബി കൂടാതെ ബി സി എവിടെ ഉണ്ട്? ആറിലുണ്ട്. ഓക്കെ, എ ബി ആറിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ, എ ബി ആറിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് മോഡുലസ് ഓഫ് എ മൈനസ് ബി ഈസ് ഈവൻ. ഇനി ബി സി ആറിലുണ്ടെന്ന് പറഞ്ഞാലോ മോഡുലസ് ഓഫ് ബി മൈനസ് സി ഈസ് ഈവൻ. മോഡുലസ് ഓഫ് എ മൈനസ് ബിയും മോഡുലസ് ഓഫ് ബി മൈനസ് സിയും ഇവനാണ്. രണ്ട് ഇവൻ നമ്പർ ആഡ് ചെയ്താൽ അതിന്റെ മോഡുലസ് വാല്യൂ എന്തായിരിക്കും? ഇവനായിരിക്കും. രണ്ട് ഇവൻ നമ്പർ 2 + 4 6 ഇവൻ ആണ്. പിന്നെ 4 + 10 അത് ഇവനാണ്. അപ്പൊ ഇത് രണ്ടും ഇവനാണെങ്കിൽ ഇവന്മാരെ തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്നത് എന്തായിരിക്കും? ഇവനായിരിക്കും. നമുക്ക് ഇവന്മാരെ തമ്മിൽ ജസ്റ്റ് ഒന്ന് കൂട്ടി നോക്കാം. മോഡുലസ് ഓഫ് എ മൈനസ് ബിയും ബി മൈനസ് സിയും കൂടെ ഞാൻ കൂട്ടുന്നു എങ്കിൽ അതും എന്തായിരിക്കും? ഇവനായിരിക്കുമല്ലോ. ഇത് ഇവൻ നമ്പർ ആണ്, ഇവനും ഇവൻ നമ്പർ ആണെങ്കിൽ രണ്ട് ഇവൻ നമ്പർ നമ്മൾ ആഡ് ചെയ്താൽ കിട്ടുന്നതും ഇവനായിരിക്കും. ഓക്കെ, നോക്കൂ, മൈനസ് ബിയും പ്ലസ് ബിയും കട്ടായി പോയി. ബാക്കി എന്താ ഉള്ളത്? മോഡുലസ് ഓഫ് എ മൈനസ് സി അല്ലേ ഉള്ളൂ. ഇത് മൊത്തത്തിൽ ഇവനാണെങ്കിൽ മോഡുലസ് ഓഫ് എ മൈനസ് സിയും എന്തായിരിക്കും? ഇവനായിരിക്കും. മോഡുലസ് ഓഫ് എ മൈനസ് സി ഇവനാണെങ്കിൽ എ സി ഇവിടെ ഉണ്ടാവും? ആറിലുണ്ടാവും. therefore എ സി ബിലോങ്സ് ടു ആർ. എ സി എവിടെ ഉണ്ട്? ആറിലുണ്ട്. എ സി ആറിലുള്ളത് കൊണ്ട് ഈ ആർ എന്താണ്? എഴുതാൻ സ്ഥലമില്ലെന്ന് എഴുതിക്കൊള്ളാം. therefore ആർ ഈസ് ട്രാൻസിറ്റീവ്. അപ്പൊ ആർ എന്താണ്? ട്രാൻസിറ്റീവ് ആണ്. അപ്പം ആർ റിഫ്ലെക്സീവ് ആയി, ആർ സിമെട്രിക് ആയി, ആർ ട്രാൻസിറ്റീവ് ആയി. therefore the relation R is an equivalence relation. അവിടെ എഴുതി വെച്ചേക്കുക. therefore R is an equivalence relation. ഓക്കെ, അപ്പൊ ജസ്റ്റ് അവസാനത്തെ ട്രാൻസിറ്റീവ് ഞാൻ പറയാം. എല്ലാം മൊത്തത്തിൽ കുറിച്ച് പറയാം, ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് പ്രൂവ് ചെയ്യണം റിഫ്ലെക്സീവ് ആണെന്നും സിമെട്രിക് ആണെന്നും ട്രാൻസിറ്റീവ് ആണെന്നും പ്രൂവ് ചെയ്യണം. അതിന് നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ റിലേഷൻ നോക്കി. റിലേഷൻ എ മൈനസ് ബിയുടെ മോഡുലസ് ഈവൻ ആയിരിക്കണം ആണല്ലോ. അപ്പൊ നമുക്ക് റിഫ്ലെക്സിലേക്ക് വന്നാൽ 1 1 2 2 3 3 4 4 5 5 ഉണ്ട്. അതുകൊണ്ട് എന്താണ്? റിഫ്ലെക്സീവ് ആണ്. എന്നാൽ നമ്മൾ അത് ജനറലൈസ് എങ്ങനെ എഴുതി? മോഡുലസ് ഓഫ് എ മൈനസ് എ എന്ന് പറഞ്ഞാൽ 0. 0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവനാണ്. അപ്പൊ എ മൈനസ് എ 0 ആയതുകൊണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എ എവിടെ ഉണ്ടാവും? ആറിലുണ്ടാവും. എ ആറിലുണ്ടെങ്കിൽ അതെന്താണ്? റിഫ്ലെക്സീവ് ആണ്. ഇനി സിമെട്രിക്ക് പോയാൽ എ ബി ഉണ്ടെങ്കിൽ തിരിച്ച് ബി എ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം. സോ നമ്മൾ എ ബി ബിലോങ്സ് ടു ആർ എന്ന് എടുത്തു. എ ബി ആറിൽ ഉണ്ടെങ്കിൽ ദാറ്റ് മീൻസ് മോഡുലസ് ഓഫ് എ മൈനസ് ബി ഈസ് ഈവൻ. ഓക്കെ, മോഡുലസ് ഓഫ് എ മൈനസ് ബി ഇവൻ ആണെങ്കിൽ തിരിച്ച് നമുക്ക് എന്ത് പറയാം? മോഡുലസ് ഓഫ് ബി മൈനസ് എ എന്തായിരിക്കും? ഇവനായിരിക്കും. മോഡുലസ് ഓഫ് ബി മൈനസ് എ ഇവൻ ആണെങ്കിൽ ദാറ്റ് മീൻസ് ബി എ ബിലോങ്സ് ടു എന്താണ്? ആർ ആണ്. അപ്പൊ എ ബി ആറിലുണ്ട്, സോ ബി എയും ആറിലുള്ളത് കിട്ടി. therefore ആർ ഈസ് സിമെട്രിക്. ഏറ്റവും പ്രധാനം ട്രാൻസിറ്റീവ്. സംശയം തോന്നുന്ന ഭാഗമാണ്, ശ്രദ്ധിച്ചിരിക്കുക. വളരെ സിമ്പിൾ ആണ്, അത്രേ ഉള്ളൂ. ട്രാൻസിറ്റീവ് ആകണമെങ്കിൽ എ ബിയും ബി സിയും ആറിലുണ്ടെങ്കിൽ ആരുണ്ടാവണം? എ സി ഉണ്ടാകണം. അപ്പൊ നമ്മൾ എന്തെടുത്തു? എ ബിയും ബി സിയും ആറിലുണ്ടെന്ന് എടുത്തു. എ ബി ഉള്ളത് കൊണ്ട് മോഡുലസ് ഓഫ് എ മൈനസ് ബി എന്തായിരിക്കും? ഇവനായിരിക്കും. ബി സി ഉള്ളത് കൊണ്ട് മോഡുലസ് ഓഫ് ബി മൈനസ് സി എന്തായിരിക്കും? ഇവനായിരിക്കും. സോ രണ്ട് ഈവൻ നമ്പർ ആഡ് ചെയ്താൽ കിട്ടുന്നത് എന്തായിരിക്കും? ഇവനായിരിക്കും. സോ നമ്മൾ ഇത് രണ്ടുകൂടെ ആഡ് ചെയ്തപ്പോൾ ഇവൻ കിട്ടും. ആഡ് ചെയ്യുമ്പോൾ മൈനസ് ബിയും പ്ലസ് ബിയും ക്യാൻസൽ, ബാക്കി മോഡുലസ് ഓഫ് എ മൈനസ് സി ഈസ് ഈവൻ. അപ്പൊ മോഡുലസ് ഓഫ് എ മൈനസ് സി ഇവൻ കിട്ടി. മോഡുലസ് ഓഫ് എ മൈനസ് സി ഇവൻ ആയതുകൊണ്ട് എ സി എന്ന് പറയുന്ന ആളുകളുണ്ടാവും? ആറിലുണ്ടാവും. സോ എ സി ബിലോങ്സ് ടു ആർ ആയതുകൊണ്ട് ആർ ഈസ് ട്രാൻസിറ്റീവ്. ദെൻ ആർ ഈസ് റിഫ്ലെക്സീവ്, R is symmetric, and R is transitive. Therefore, R is an equivalence relation. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ചെയ്തത്. എല്ലാവർക്കും ക്വസ്റ്റ്യൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ചാപ്റ്റർ ഞാൻ ആദ്യം പറഞ്ഞിട്ട് വളരെ രസകരമായ ചാപ്റ്റർ ഒന്നും അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്ത് പഠിക്കുക, എങ്കിൽ മാത്രമേ നമുക്കിത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോ ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? ചെയ്ത് പഠിക്കുക. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ഹോംവർക്ക് നമ്മൾ പിന്നീട് തുടർന്ന് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇതിന്റെ ബാക്കി ഭാഗവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഇപ്പൊ എല്ലാവർക്കും നന്ദി.